യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രാരംഭമായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കും. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് അല്ലേ? എന്നാൽ പരിചിതമല്ലാത്തവരെന്നെ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാലും ബൈബിൾ തുറന്നു നോക്കാത്തവരുൾപ്പെടെ വീഡിയോ കാണുന്നവരുണ്ട്. ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു വാക്യമാണ് ഈ പറഞ്ഞ വാക്യം. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഈ വാക്യത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിൽ എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാനേ കേട്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥനയ്ക്കും ഓരോ കാര്യങ്ങൾക്കൊക്കെ അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയാനൊക്കെ വിളിക്കുമ്പോൾ എന്നോട് പലരും പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ സങ്കടം കേൾക്കാൻ പോലും എനിക്ക് ആരുമില്ല. ഞാൻ നോക്കുമ്പോൾ അവരുടെ വീട്ടിലെല്ലാവരും ഉണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ എണ്ണം ഭയങ്കരമാണ്, സ്വന്തക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് അവർ പറയാ എന്നെ കേൾക്കാൻ ആരുമില്ല. നിന്റെ പെരയ്ക്കകത്ത് ആളുണ്ടെങ്കിലും കേൾക്കാനുള്ളവർ കാണത്തില്ല കേട്ടോ. അതൊരു വസ്തുത. ഹാലേലൂയ. ചില പറയുന്ന അവരുടെ വീട്ടിൽ ആരെല്ലാം ഉള്ളത്, എൻ്റെ വീട്ടിലെങ്കിലും ആരും ഇല്ല, എന്നിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല. ഈ ഒത്തിരി എണ്ണം ഉള്ളതിനകത്തോ ഒരുപാട് പേര് സ്വന്തക്കാരും ബന്ധക്കാരും ചർച്ചക്കാരും ഉള്ളതിനകത്തൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല. ഇതെപ്പം വരെ ഉണ്ടെന്നറിയാവോ? ഈ ബന്ധുജനങ്ങളുടെയും സ്വന്തം ജനങ്ങളുടെയും ഒക്കെ അടുപ്പം എവിടം വരെ ഉണ്ടെന്നറിയോ? നീ സ്റ്റേബിളായി നിൽക്കുന്ന ഘട്ടം വരെയുണ്ട്. ഒരു വലിയ പ്രശ്നത്തെ ജീവിതത്തിൽ നേരിടുന്ന പല ഘട്ടങ്ങളിലും ഇന്നലെ വരെ കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന്, ഒരു നാളും നിന്നെ വിട്ട് ഞാൻ മാറത്തില്ലെന്ന് വാക്കു പറഞ്ഞ പലരും മാറിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങളെ എനിക്ക് കേൾക്കുവാനും അറിയുവാനും ഇട വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്യം പ്രസക്തമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് വാക്യം എന്താണെന്നുള്ളത് വായിക്കാം നമുക്ക്. 1 പത്രോസ് 5:7 വായിച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു എന്ന് പറഞ്ഞാൽ, കർത്തൃസന്നിധിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുക, അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ കൊണ്ടൊന്ന് കർത്താവിനെ ശ്രമിച്ചാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എനിക്കാരുമില്ലെന്നൊരു തോന്നല് അത് മാറിപ്പോകും. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന്, എന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അറിയുന്നൊരു കർത്താവുണ്ട് എന്ന് വലിയൊരു ഉറപ്പകത്തുണ്ടാകും. ആരൊക്കെ എന്നെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ, ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ പൈതലായി എനിക്ക് എന്റെ ജീവിതത്തിൽ സകലതും ദൈവം നന്മയ്ക്കായി ഒരുക്കി തരും. ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പതറിപ്പോകുന്നത്. അസ്വസ്ഥമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, വിഷയങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ബലപ്പെട്ട് വരുമ്പോൾ മറുപടി ഉണ്ടാകത്തില്ല എന്ന് ചില ചിന്തകൾ നമ്മളെ ഭരിക്കുമ്പോൾ, സ്തോത്രം, അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. അറിയാതെ പറഞ്ഞു, എന്നെ അറിയുവാൻ, എന്റെ വേദന അറിയുവാൻ, എന്റെ സങ്കടം അറിയുവാൻ എനിക്ക് ആരുമില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഒരു വ്യക്തി തന്റെ കഠിനമേറിയ ജീവിതത്തിലെ ജോലികളും വ്യതകളെയൊക്കെ ചൊല്ലി എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, പക്ഷേ ഓരോരുത്തരും അവരവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വലിപ്പം ഞാൻ ആരാന്നറിയാവോ, ആ തലത്തിൽ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ, എന്നെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നെ മനസ്സിലാക്കുന്നവരാരാവോ? മാട് പോലെ കിടന്ന് രാവിലെ പോലെ വൈകിട്ട് വരെ കിടന്ന് അധ്വാനിക്കുക, എന്റെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ, ഞാൻ നേരിടുന്ന സങ്കടങ്ങൾ,
ഒരു സഹായത്തിന് പോലും ഒരു കരം നീട്ടുവാൻ ഈ പറയുന്നവർ ആരും തന്നെ എൻ്റെ കൂടെ ഇല്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ചില നമ്മള് ഓരോരുത്തർക്ക് ഓരോ ജോലി ഏൽപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് മാറിയിരുന്ന് പോരട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെ അറിയുവാൻ പോലും ആഗ്രഹിക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ ജീവിക്കുന്ന, കുടുംബ ബന്ധങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ. പക്ഷേ അവരും അറിയുന്നില്ല, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ, വിഷയം വരുമ്പോൾ ഈ പറയുന്ന ബന്ധുമിത്രാദികളായിരിക്കത്തില്ല ഇനി ഞാൻ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ എൻ്റെ കൂടെ കാണത്തുള്ളൂ എന്ന് ബോധ്യം അവരുടെ അകത്തും ഇല്ലാത്തത് കൊണ്ടാണ് ആ നിലപാടുകൾ കൊണ്ട് മുന്നോട്ട് കടന്നു പോകേണ്ടിയിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദുഃഖം, പ്രശ്നങ്ങൾ നേരിടുന്നവരോട് എനിക്ക് മറുപടി ഒന്നേ പറയാനുള്ളൂ. നിന്റെ വീട്ടിലുള്ളവർ പോലും നിന്നെ കണ്ടില്ലെങ്കിൽ, അവർ പോലും നിന്നെ മനസ്സിലാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ വേദനകളെയും സങ്കടങ്ങളെയും പരിഹരിക്കുവാൻ മതിയായവനാണ്. നിന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്ന, നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ലൂക്കോസ് 10:40 നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 10:40 വായിച്ചാൽ. മാർത്തയോ കുഴഞ്ഞിട്ട് വായിച്ചു അടുക്കൽ വന്നു. ആരുടെ അടുത്ത് വന്നു? യേശു കർത്താവിന്റെ അടുത്ത് വന്നു. മാർത്ത വന്ന് പറയുക, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചാക്കിയിട്ട് വിട്ടിരിക്കുന്നല്ലോ. നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞു. ആ ഇൻസിഡന്റ് ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ തൊഴിൽ മണ്ഡലത്തിൽ, എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളെല്ലാം ഒറ്റയ്ക്ക്, എന്നെ സഹായിക്കാൻ ആരുമില്ല. നീ അറിയുന്നില്ലേ? പലപ്പോഴും ഈ ചോദ്യം നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്താറുണ്ട്. കർത്താവേ, അങ്ങ് അറിയുന്നില്ലേ എന്റെ സങ്കടങ്ങളെ, എന്റെ വേദനകളെ, എന്റെ കഷ്ടപ്പാടുകളെ? അങ്ങ് അറിയുന്നില്ലേ അപ്പ? അങ്ങനെ ചോദ്യം മാർത്തയിൽ നിന്ന് ഉയർന്നു. മർക്കോസ് 4-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. മർക്കോസ് 4:38 വായിച്ചാൽ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയാൽ യേശു കർത്താവ് സ്വസ്ഥമായിരിക്കുന്ന ഒരു അനുഭവം. വായിച്ചാൽ. അവർ അവനെ ഉണർത്തി. ആര്? ശിഷ്യന്മാർ യേശു കർത്താവിനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. മാർത്ത ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ ശിഷ്യന്മാർ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആരായാലും ചോദിച്ചു പോകും. കാറ്റും കോളും തിരമാലകളും ശക്തി പ്രാപിക്കുന്നു. അവരായിരിക്കുന്ന വാഞ്ചി ആടിയുലയാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഞാനാണെങ്കിലും ചോദിച്ചതിനെ ഭാഷ ഇത് തന്നെ അല്ലേ? അങ്ങനെയുള്ള ഇതൊന്നും പറയുന്നത്. അങ്ങനെ സാഹചര്യം ചോദിക്കത്തില്ലേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ? ഇത്രയും അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നത് കാണുന്നില്ലയോ? 39 വായിച്ചാൽ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ കാറ്റമർന്നു, ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. വായിച്ചാട്ടെ, അടുത്ത വാക്കുകൾ വായിക്കണം. പിന്നെ അവൻ അവരോട് ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോഴാണ് വരുന്നത് അല്ലേ? ചോദ്യത്തിനൊരു മറുപടി കൊടുക്കുന്നതിന് മുന്നേ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ നടന്നു. അവരോടൊരു മറുപടി കർത്താവ് കൊടുത്തില്ല. പ്രശ്നങ്ങളുടെ വേരിലേക്ക്, പ്രശ്നങ്ങളുടെ റൂട്ടിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടി. കർത്താവ് വചനം അയച്ചു. വചനമായവന്റെ ശക്തി വെളിപ്പെട്ടു. തുടർന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി യേശു നൽകുകയാണ്. അവൻ അവരോട്,
നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് കേട്ടോ. ഇന്ന് പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയെ നോക്കി യേശു ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഉരുട്ട് കണ്ണുകളെ തുറന്ന് മരിച്ചവരെ ഉയർപ്പിച്ച, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത, വീര്യപ്രവൃത്തികൾ ചെയ്ത കർത്താവിന്റെ കൂടെ നടന്നവർക്ക് വിശ്വാസമില്ലയോ എന്ന് കർത്താവ് ചോദിക്കും. ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന ചോദ്യത്തിന് മറുപടി, നിങ്ങൾ പിന്നെയും ഭീരുക്കളാകുന്നത് എന്ത്? ഇപ്പോഴും ഈ സമയത്തും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? എപ്പോഴാണ് ചോദിച്ചത്? കാറ്റിനെയും കടലിനെയും തിരമാലകളെല്ലാം അടക്കിയതിനു ശേഷം അവൻ ചെയ്ത പ്രവൃത്തി കണ്ട് ആകപ്പാട് വല്ലാത്തൊരു തലത്തിലേക്ക് എത്തുന്നതാണ് അടുത്തുള്ള വാക്യം. ഹല്ലേലൂയ. കർത്താവ് ഒരു മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? അപ്പം വിശ്വാസത്തിൽ ഉറയ്ക്കാതെ വരുമ്പോഴാണ് ചാഞ്ചല്യം ഉണ്ടാകുന്നത്, ഭയം ഉണ്ടാകുന്നത്. ഞാനിനി എന്തോ ചെയ്യും? ചോദിച്ചിട്ടില്ലേ? ഞങ്ങളുടെ നേർക്ക് കൈ കൂട്ടല്ലേ എന്ന് പറയുന്നവരുണ്ട് ഇവിടെ. ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക വല്ല. എന്താണെന്നറിയോ? ഇങ്ങോട്ട് നീട്ടി പിടിക്കല്ലേ. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമല്ല, പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് നാളെ എങ്ങനെയാവും, എൻ്റെ സ്ഥിതി എന്തോ, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ചോദിച്ചിട്ടില്ലേ? ഭയപ്പെട്ടു പോയിട്ടില്ലേ? പല ഘട്ടങ്ങളിൽ പകച്ചു നിന്നിട്ടുള്ള പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ എൻ്റെ അപ്പാ ഇനി എന്താണ് എന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ഇടപെടും. നീ ഇങ്ങനെ ഭീരുവാ, നീ എന്താ? ഇതുവരെ ഞാൻ നിന്നെ നടത്തിയത് നീ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. ആ നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ അകത്ത് ഭയത്തിൽ ഒരു കണികയുണ്ടാകത്തില്ല. പലപ്പോഴും നമ്മൾ ആ ദൈവം നടത്തിയ വഴികൾ നമ്മൾ മറന്നുപോകും അല്ലേ? അതുകൊണ്ടാണ് ഭീരുത്വം അകത്ത് കയറുന്നത്. സ്തോത്രം. 40 വാക്യങ്ങളല്ല ഇപ്പൊ വായിച്ചത് അല്ലേ? 40. എബ്രായർ 13:5-6 നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 13:5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. ഭയങ്കര പാടുള്ള കാര്യം, അതൊന്നും പറയല്ലേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നീ ഫോക്കസ് ചെയ്യണ്ട എങ്ങോട്ടാ? കർത്താവിലോട്ട്. അതാ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതോടുകൂടെ ഏതൊക്കെയും ജീവനും ഭക്തിക്കും വേണ്ടി ഒക്കെയും അവൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വേണ്ടപ്പാ മതി എന്ന് പറഞ്ഞാലും അവൻ നൽകിക്കൊണ്ടിരിക്കും. അവന്റെ സ്വഭാവം അതാ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിലോട്ടാണ് ഫോക്കസ് എങ്കിൽ, കർത്താവിനോട്ട് നോക്കുന്നതിന് പകരം ജഡത്തിലോട്ട്, ലോകത്തിലോട്ട്, ദൈവത്തിലോട്ട്, സമ്പത്തിലോട്ടൊക്കെയാണ് നീ ശ്രദ്ധ പോകുന്നതെങ്കിൽ നീ പതറിപ്പോ നിരാശയുണ്ടാവും. കാരണം ആശ ഇങ്ങനെ കുന്നുകൂടി ഒറ്റയടിക്ക് ആശയെല്ലാം കൂടെ ഇടിഞ്ഞു പറഞ്ഞ് ആശയ്ക്ക് ഭംഗം സംഭവിച്ചപ്പോൾ നിരാശയുണ്ടായി അല്ലേ? നിന്റെ ആശയം, നിന്റെ നോട്ടവും, നിന്റെ കാഴ്ചപ്പാടും, നിന്റെ ദർശനവും എല്ലാം എവിടെയായിരിക്കണം? യേശു ക്രിസ്തുവിലായിരിക്കുക. കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ആ വാക്യം വായിച്ചാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അങ്ങനല്ലേ വാക്യം പറയാം? എന്താ വഴിയേക്കുന്നത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നു. എന്താ അരുളി ചെയ്തെന്താ? ഒന്ന് തന്നെ നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞിട്ട്, എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയും എന്നെ ഉപേക്ഷിക്കുകയും. ഇങ്ങനൊന്ന് പറഞ്ഞാണ്, എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. ഈ ഉറപ്പ് അകത്ത് നിറഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്ക് നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്.
കൂടെയുണ്ടെന്നുള്ള പാട്ട് പാടിയിട്ട് മാറിയിരുന്ന് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗിറ്റാറിൻ്റെയും ഓർഗന്റെയും ഡ്രംസിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ പാട്ട് പാടാൻ എളുപ്പമാകും. അകത്തോട്ട് ഇത് ക്രിയ ചെയ്യാൻ പാടാം. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അത് ക്രിയ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാ. വാക്യം പൂർണ്ണമാക്കിയാട്ട് വായിച്ചാട്ട്. ആകയാൽ കർത്താവ് എനിക്ക് തുണ. കർത്താവ് എനിക്ക് തുണ പറയാൻ പറ്റുമോ? എന്താ ആകെയാന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന വാക്ക് അല്ലേ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് മനുഷ്യനല്ല, പ്രകൃതിയിലെ ഒരു ശക്തിക്ക് നിനക്കെതിരെ നേരിടാൻ പറ്റത്തില്ല. നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. അകത്തൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. എന്താ തിരിച്ചറിവ്? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എല്ലാ മണ്ഡലത്തിലും മതിയായവനത്രേ. വായിച്ചു പൂർണ്ണമാക്കി. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എങ്ങനെ പറയാം? ധൈര്യത്തോട് പറയാം. അപ്പൊ കരഞ്ഞോണ്ടല്ല പറയണ്ട, ധൈര്യത്തോട് പറയണം. ധൈര്യത്തോടൊന്ന് കണ്ണുകളടച്ച് ദിവസം സമ്പൂർണ്ണമായി സമർപ്പിച്ചത് പ്രാർത്ഥിച്ചു. കർത്താവ് നൽകിയ പരിജ്ഞാനത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അതില്ലാതായി മാറുകയാണ്. വലിയൊരു മറുപടി കർത്താവ് നൽകിയതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. സാക്ഷ്യങ്ങളായി ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ധാരണമായ ശക്തി ഇരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.